സ്റ്റുഡൻസ് ഇന്ന് കാരിയർ ഡേ. സ്കൂൾ വിട്ട ശേഷം മാത്രമേ പാരന്റ്സിന് നിങ്ങളെ ഇന്ന് കാണാൻ പറ്റൂ. ജോലി, നിന്റെ അങ്കിൾ ഇന്ന് എന്തോ വീരപരാക്രമങ്ങളെല്ലാം കാണിക്കുമെന്ന് പറഞ്ഞില്ലേ? അതിനെ പറ്റിയല്ല ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയും. അദ്ദേഹത്തിന്റെ സാഹസങ്ങളെ പറ്റി പറഞ്ഞാൽ നീ ഷോക്കായി നിൽക്കും. ആ നീണ്ട കൊമ്പുള്ള കാളയെ കൊന്നത്, പിന്നെ മാന്ത്രികക്കല്ല് കണ്ടുപിടിച്ചത്, പിന്നെ 400 പൗണ്ട് ഭാരമുള്ള ആ ഡൂമിനെ പൊക്കി എറിഞ്ഞത് അല്ലേ? അയാളുടെ പേര് മര്യാദയ്ക്ക് ആ മന്ത്രക്കല്ല് എന്റെ കയ്യിത്താ, ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ വേരോടെ നശിപ്പിക്കും മോളെ. ഇന്നു മുതൽ നിങ്ങൾ ശനിദശ ആരംഭിച്ചിരിക്കാം മക്കളെ. ജോലി, നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ആർക്കും ഹോംവർക്ക് തരുന്നില്ല. ജൂലി, ജൂലി, പകൽ കിലാവ് കാണുകയാണെന്ന് തോന്നുന്നു. ഇറ്റലിയുടെ തലസ്ഥാനം ഏതാണെന്ന് പറ. ഒരു കെട്ടിടത്തിലെ 2ാമത്തെ നിലയിൽ ഒരു കുട്ടിയും ഒരു പൂച്ചയും തീയിൽ കുടുങ്ങിയിരുന്നു. അവരെ രക്ഷപ്പെടുത്തിയതിന് എല്ലാവരും എന്നെ പ്രശംസിച്ചു. ഞാൻ എന്റെ കടമയാ ചെയ്ത്. ഓക്കെ, സീ യു, ബൈ. സൂപ്പർ ഡാഡി, സൂപ്പർ. ഓവർ പൊങ്ങച്ചു കാണിക്കല്ലേ, ജാക്കി വരട്ടെ, അപ്പൊ കാണാം. മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന ചില വസ്തുക്കളെ ആർക്കിയോളജിസ്റ്റ് എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ചെറിയ ബ്രഷ് കൊണ്ട് ആ വസ്തുവിന് ഒരു പോറൽ പോലും തട്ടാത്ത വിധത്തിൽ തോണ്ടിയെടുക്കും. ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ടെടുക്കും, ചിലപ്പോൾ അനേക വർഷങ്ങളാകും. ഈ അങ്കിളിന്റെ സാഹസം കേമം തന്നെ. എനി ക്വസ്റ്റ്യൻ? ജാക്കി, അന്ന് എക്സിബിഷനിലെ റോളർ കോസ്റ്ററിൽ കയറി ഒരാളെ തലങ്ങും വിലങ്ങും ഇടിച്ചില്ലേ, അത് പറ. അതൊന്നും പറയാൻ ഇപ്പൊ നേരമില്ല. എന്തുകൊണ്ട്? മറിഞ്ഞിരിക്കുന്ന വസ്തു കയ്യിൽ കിട്ടിയ ഉടനെ ജാക്കി വളരെ ധൈര്യശാലിയാ. മലടിച്ചാ ജാക്കി തിരിച്ചടിക്കും. ഇപ്പൊ നോക്കിക്കോ. ജൂലി, ജൂലിക്ക് അപാരമായ സങ്കല്പശക്തി ഉണ്ട്. എന്താ ശരിയല്ല ജാക്കി? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉന്നം വെച്ച് അടിക്കുന്നതിലും കേമിയാണ്. നന്ദി ജാക്കി, എല്ലാവരുടെ മുമ്പ് എന്നെ കൊച്ചാക്കിയില്ലേ. ജൂലി, സെക്ഷൻ 13 ഞാൻ ചെയ്യുന്ന ജോലി വളരെ രഹസ്യമാണ്. മാത്രവുമല്ല, ഇന്ന് കരിയർ ഡേ ആണ്. എന്റെ കരിയർ ആർക്കിയോളജിയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും സാഹസത്തിന് പോയാൽ ഞാൻ തെളിവോടെ വരൂ. അടുത്ത പ്രാവശ്യമോ? ഞാൻ അപകടം പിടിച്ച് പണിക്ക് പോകുമ്പോൾ നീ കൂടെ വരുന്നത് മറന്നേക്ക്. സ്റ്റുഡൻസ്, നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ റിപ്പോർട്ട് ടോപ്പിക് പാരന്റ്സ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ കൂടെ പോയി അവരുടെ ജോലിയെ കുറിച്ചുള്ള റിപ്പോർട്ട് കൊണ്ടുവരണം. മൈക്രോനേഷ്യയിൽ വേറൊരു മാന്ത്രികക്കല്ലുണ്ടെന്ന് ക്യാപ്റ്റൻ ബ്ലാക്ക് നമുക്ക് വിവരം തന്നിട്ടുണ്ട്. അത്ഭുതം. ആർക്കിയോളജിയുടെ മഹിമയെ പറ്റി ഇപ്പൊ മനസ്സിലായോ? ഇനി നമുക്ക് ജോലി തുടങ്ങാം. ഓർമ്മ വെച്ചോളൂ ജൂലി, ആർക്കിയോളജിസ്റ്റിന് ക്ഷമയാണ് ഏറ്റവും മുഖ്യം. എപ്പോഴും കളിതമാശ തന്നെ ഇവൾക്ക്. ഇതൊരു കുരങ്ങ് മാന്ത്രികല്ല, കടൽ കുരങ്ങായിരിക്കും. അതാ അവിടെയുണ്ട്. പിടിക്കേ. നീ ആദ്യം പോയി ബോട്ടിൽ കയറ.